വെൽക്കം ഗായ്സ് ടു അനദർ ഫിസിക്സ് ക്ലാസ്. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ ദിവസത്തെ ഇലക്ട്രിക് ഡൈപോൾസിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. അതിനകത്ത് നിങ്ങൾ ആ വീഡിയോ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിൽ മൾട്ടിറ്റ്യൂഡ് ഓഫ് ചാർജസ് ഉണ്ടാവാം, പ്ലസ് ചാർജസ്, മൈനസ് ചാർജസ്. അപ്പോൾ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ആവാം, ഇങ്ങനെ റാൻഡം ആകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബോഡിയുടെ സെൻറ്റർ ഓഫ് ചാർജ് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിക്കാനുള്ള രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പക്ഷേ നേച്ചറിൽ അങ്ങനെ ഇതേപോലെ ആവണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ, അറ്റ്ലീസ്റ്റ് ചില മെറ്റീരിയലുകളിൽ നമ്മൾ കാണപ്പെടുന്നത് ചാർജസ് ഡു നോട്ട് റാൻഡംലി ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ലൈക്ക് ദിസ്. ദേ മേ ബി ഇൻ എ ഡിഫറെൻറ്റ് മാനർ. ഫോർ എക്സാമ്പിൾ, ലൈക്ക് if you assume a random body and look at its charge configuration, you might find that the charges on the body are so distributed that you might find more positive charges on one side and negative charges on the other side. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്. അത് എസ്പെഷ്യലി ഉണ്ടാവുന്നത്, ഇതിപ്പം ഒരു മാക്രോസ്കോപ്പിക് സ്കെയിലാണ് നിങ്ങൾ ഈ ബോഡി ഇങ്ങനെ കണ്ടത്. മാക്രോസ്കോപ്പിക് സ്കെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലാർജ് സ്കെയിൽ എന്നുള്ളൂ. ഇനി മൈക്രോസ്കോപ്പിക് സ്കെയിൽ അല്ലാതെ എന്ത് സ്കെയിലാണുള്ളത്? മൈക്രോസ്കോപ്പിക് സ്കെയിലുണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിക് സ്കെയിൽ എടുക്കുവാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ തരാം. വാട്ടർ മോളിക്യൂൾ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി മോശമാണ്, അത് സ്ക്രീൻ ചെറുതായതുകൊണ്ടാണ്. സോ ടെക്നിക്കൽ ഇഷ്യൂ. വാട്ടർ മോളിക്യൂളിൻ്റെ കേസ് എടുക്കുകയാണ്. വാട്ടർ മോളിക്യൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് H2O അല്ലേ? സോ വാട്ട് ഈസ് ഇറ്റ്സ് ഫിഗറേറ്റീവ് റെപ്രസെൻറ്റേഷൻ? എങ്ങനെയാണ് അത് ഡയഗ്രാം വൈസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദർ ഈസ് വൺ ഓക്സിജൻ മോളിക്യൂൾ and like there are two, it's not an oxygen molecule but it is an oxygen atom, and there are two hydrogen atom. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ലൈക്ക് ഒരു 108 ആണെന്ന് തോന്നുന്നു. അപ്രോക്സിമേറ്റ്ലി 108 ഡിഗ്രി ഇങ്ങനെ സെപ്പറേഷൻ ഉണ്ട്. ദീസ് ആർ H and this one is that is oxygen അല്ലേ? that is the oxygen atom and these are the and നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, ഓക്സിജൻ is more electronegative than hydrogen. hydrogen is the most electropositive element അല്ലേ? കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. Anyways, oxygen is not the most electronegative, but still it is way more electronegative than hydrogen. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹൈഡ്രജനിലുള്ള ഒരു ഇലക്ട്രോണിനെ ഇലക്ട്രോനെഗറ്റീവായിട്ടുള്ള ഓക്സിജൻ മോളിക്യൂൾ, ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും? അതിൻ്റെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അടുത്തോട്ട് വലിക്കും. ലൈക്ക് ഓൾറെഡി ഓക്സിജനിൽ കുറേ അറൗണ്ട് 6 ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഒക്ടേറ്റ് കംപ്ലീഷന് വേണ്ടിയിട്ട് ഇവിടുന്നും ഇലക്ട്രോൺ ഷെയർ ചെയ്യില്ല. ഓക്സിജൻ വിൽ പുൾ ഇറ്റ് ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദർ ഈസ് മോർ നെഗറ്റീവ് ചാർജ് ഇൻ ദിസ് റീജിയൻ ആൻഡ് ദർ ഈസ് എ സർപ്ലസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ദിസ് റീജിയൻ അല്ലേ? അപ്പോൾ ഇതിനെ വേറൊരു രീതി കാണുവാണെങ്കിൽ, ഇവിടെ കുറേ നെഗറ്റീവ് ചാർജസ് ഇരിക്കുന്നു. അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് സെൻറ്ററായി. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു സിസ്റ്റം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ചാർജസ് ആയിരിക്കുകയാണ്. ഈ രണ്ടും സിമിലർ ചാർജസ് ആണ്. അപ്പോൾ ഈ രണ്ട് സിമിലർ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജിൻ്റെ
സെൻറ്റർ ഓഫ് ചാർജ് എവിടെയായിരിക്കും? ഇവിടെ ഒന്നും അല്ലേ? അപ്പോൾ സിമെട്രിക്കലാണ്. സിമെട്രിക് എന്ന് പറയുമ്പോൾ ഒരു രണ്ട് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് ചാർജസ് ആണ്, ഈക്വൽ സെയിം ചാർജസ് ആണ്, ഐ മീൻ ലൈക്ക് ചാർജസ് ആണ്. സോ എന്ത് സംഭവിക്കും? അതിൻ്റെ സെൻറ്റർ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ വിൽ ബി എക്സാക്ട്ലി ഹിയർ. നമുക്കത് ഇവിടെ ഒരു വലിയ പോസിറ്റീവ് ചാർജായിട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, ബാക്കി ഇപ്പോൾ ആ സെൻറ്റർ ഓഫ് ചാർജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരൊറ്റ പോസിറ്റീവ് ചാർജ് മതി. അപ്പോൾ കിട്ടി. അപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം വി ഹാവ് ചാർജ് സെൻറ്റേഴ്സ് സെപ്പറേറ്റഡ് അല്ലേ? ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജും ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജും. ഇങ്ങനെ പൊളാരിറ്റി വൈസ് ചാർജ് റീജിയൻസ് സെപ്പറേറ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡൈപോൾസ് എന്ന് വിളിക്കുന്നത്. ഡൈപോൾസ് എന്ന് വിളിക്കുന്നത്. So this is what a dipole looks like. A typical dipole looks like. And water molecules are dipoles in nature. നേച്ചറിൽ കാണപ്പെടുന്ന ഡൈപോൾസ് ആണ് എന്ത്? വാട്ടർ മോളിക്യൂൾസ്. ഡൈപോൾ മോളിക്യൂൾസിന് എക്സാമ്പിളായിട്ട് ഇഷ്ടം പോലെ വേറെ അതർ മോളിക്യൂൾസും ഉണ്ട്. ബെസ്റ്റ് എക്സാമ്പിളാണ് വാട്ടർ മോളിക്യൂൾ. ഇപ്പം ഡൈപോൾ അല്ലാത്തൊരു മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് CO2, കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ഈസ് എ ലീനിയർ മോളിക്യൂൾ അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ +2 അത് പഠിക്കുന്നത്. CO2 ലുക്സ് ലൈക്ക് ദിസ്, 180 degree apart, sits 2 oxygen atoms away from a central carbon atom. ഇത് ഏകദേശം എക്സാക്ട്ലി 180 degree ആണ്. അവിടെ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുകയല്ല, ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഡൈപോൾസ് ആണ് തരുന്നത്. അപ്പോൾ CO2 ഒരു ഡൈപോൾ ആണോ അല്ലയോ നമുക്ക് നോക്കാം. Again in this case carbon is less electronegative and it has the tendency to be more electropositive, which means there will be a net negative region here, and also there will be a net negative region here, and this will be positive. See, as you know, both are oxygen molecules. idum oxygen aanu, idum oxygen aanu, and they are situated at an equal distance from carbon. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. ആ ഒരു സിമെട്രി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ബിൽഡപ്പ് ആവുന്ന നെഗറ്റീവ് ചാർജ് തന്നെയായിരിക്കും ഇവിടെയും ബിൽഡപ്പ് ആവുന്നത്. അപ്പം ഈ രണ്ട് നെഗറ്റീവ് ചാർജ് റീജിയൻ്റെ സെൻറ്റർ ഓഫ് ചാർജ് എവിടെയായിരിക്കും? അത് എക്സാക്ട്ലി ഇവിടെ ആയിരിക്കും. അതായത് ആ പോസിറ്റീവ് ചാർജ് റീജിയൻ ഇരിക്കുന്ന എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പം പോസിറ്റീവ് ചാർജ് എവിടെയായിരുന്നത്? ഓൾറെഡി സെൻട്രലായിരുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് ചാർജ്. ഇനി നെഗറ്റീവ് ചാർജുകളുടെ സെൻറ്റർ ഓഫ് ചാർജ് എവിടെയാണ്? അതും അവിടെ തന്നെ. അതായത് ദർ ഇസ് നോ നെറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി പോസിറ്റീവ് ചാർജ് ആൻഡ് ദി നെഗറ്റീവ് ചാർജ്. അപ്പോൾ അത് രണ്ടും ഒരൊറ്റ പോയിൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ഡൈപോൾ അല്ല, നോൺ ഡൈപോൾ ആണ്. ഇറ്റ്സ് നോട്ട് എ ഡൈപോൾ, നോൺ ഡൈപോൾ. സോ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി, അതിലെ ഓരോ ആറ്റംസിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി മനസ്സിലാക്കി, യു ക്യാൻ ഡിറ്റർമിൻ വെദർ ദി ഗിവൻ മോളിക്യൂൾ ഈസ് എ ഡൈപോൾ ഓർ നോട്ട്. സോ ടിപ്പിക്കലി വാട്ട് ഈസ് എ ഡൈപോൾ? എ ഡൈപോൾ ഈസ് nothing but when you have negative center of charge and positive center of charges separated from one another, we have a dipole. So you need negative charge center of charge for the negative charges to be on one side, and center of charge for the positive charges to be on another side, and then must be separated. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അതൊരു ഡൈപോളാണ്, സെപ്പറേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ നെഗറ്റീവ് COCയും പോസിറ്റീവ് COCയും എന്തായിരിക്കണം?
ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ എ സർട്ടൺ ഡിസ്റ്റൻസ്. ആ സർട്ടൺ ഡിസ്റ്റൻസിനൊരു പേരുണ്ട്, അതിനെയാണ് നമ്മൾ ഡൈപോൾ ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഡൈപോൾ ലെങ്ത്. ആക്ച്വലി ഇറ്റ് ഈസ് ഡൈപോൾ ലെങ്ത് വെക്റ്റർ. എന്തുകൊണ്ടാണ് ഡൈപോൾ ലെങ്ത് വെക്റ്റർ എന്ന് വിളിക്കുന്നത് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സി, നമ്മുടെ കയ്യിലൊരു ബോഡി ഉണ്ടെങ്കിൽ, ഇങ്ങനൊരു ബോഡി, ഞാൻ ഈ ഷേപ്പ്ലെസ് ബോഡി വരയ്ക്കാൻ കാരണം റിയൽ ലൈഫിൽ നമ്മൾ എന്ത് ടൈപ്പ് ബോഡി എൻകൗണ്ടർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെർഫെക്റ്റ് ഷേപ്പ് ഉണ്ടാവണമെന്നില്ല, എന്ത് ഷേപ്പ് ഉണ്ടാവണമെന്ന് തന്നെ നമുക്ക് മുൻപേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റാൻഡംലി ഒരു വൊബ്ലി ബോഡി ഉണ്ടാക്കുന്നത്. ശരി, ഇനി ഈ വൊബ്ലി ബോഡിയിൽ ഇതിൻ്റെ നെഗറ്റീവ് ചാർജ് സെൻറ്റർ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കട്ടെ. സപ്പോസ് ഇവിടെ. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ, കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, XYZ വരയ്ക്കുകയാണെങ്കിൽ, സി ദിസ് മൈറ്റ് ബി X, ദിസ് മൈറ്റ് ബി Y ആൻഡ് ദിസ് മൈറ്റ് ബി Z. അപ്പം സപ്പോസ് ഇതാണ് നെഗറ്റീവ് ചാർജ് സെൻറ്റർ, നമുക്ക് ബ്ലൂ ഉപയോഗിക്കാം. നെഗറ്റീവ് ചാർജ് സെൻറ്റർ ഇതാണ്. അപ്പം അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ സെൻറ്റർ ഓഫ് ചാർജ് എന്താണ്? സെൻറ്റർ ഓഫ് ചാർജ് ഈസ് ദിസ്. അപ്പോൾ നമുക്കതിനെ വെക്റ്റർ R മൈനസ് സബ്സ്ക്രിപ്റ്റ് മൈനസ് എന്ന് വിളിക്കാം. ഇനി അതേ ബോഡിയിൽ തന്നെ പോസിറ്റീവ് ചാർജ് സെൻറ്റർ ഉണ്ടെന്നിരിക്കട്ടെ, അതിവിടെയാണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ചാർജ് സെൻറ്റർ നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ വെക്റ്റർ R പ്ലസ് വെച്ചാണ്. ഓക്കെ, ഇനി എന്താണ് ഡൈപോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈപോൾ ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു സെപ്പറേഷനെയാണ് എന്ത് വിളിക്കുന്നത്? ഡൈപോൾ ലെങ്ത്. നമുക്ക് അതിനെ വേറെ കളർ യൂസ് ചെയ്യാം, പർപ്പിൾ യൂസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഡൈപോൾ ലെങ്ത് എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ ഡൈപോൾ ലെങ്ത് വെക്റ്റർ എന്താണെന്ന്, അല്ലെങ്കിൽ ഡൈപോൾ ലെങ്ത് വെക്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പല സിമ്പിൾസ് ഉണ്ട്. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, നമുക്ക് വെക്റ്റർ D ഉപയോഗിക്കാം. സ്മോൾ d എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്യും. സോ വെക്റ്റർ D ഈസ് ഈക്വൽ ടു ഇസ് ദ ഡിഫറൻസ് ഓഫ് R പ്ലസ് മൈനസ് R മൈനസ്. ഈ രണ്ട് വെക്റ്റർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ വെക്റ്റർ കിട്ടും. ഏത് വെക്റ്റർ? ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പം നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു വെക്റ്ററാണ് ഡൈപോൾ ലെങ്ത് വെക്റ്റർ. ഡൈപോൾ ലെങ്ത് വെക്റ്റർ അതാണ് D. ശരി, അപ്പോൾ ഡൈപോൾ ലെങ്ത് വെക്റ്റർ ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇതാണ് അതിൻ്റെ സ്റ്റോറി. സോ ലെങ്ത് ഓഫ് ദി ഡൈപോൾ ലെങ്ത് വെക്റ്ററിനെയാണ്, ഡൈപോൾ ലെങ്ത് വെക്റ്ററിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമുക്ക് സ്മോൾ ലെറ്റർ D. ഇതൊരു അറിയാമല്ലോ, അതായത് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമുക്കിങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ആ ലെറ്റർ മാത്രം എഴുതി റെപ്രസെൻ്റ് ചെയ്യാം. ഏത് വേണമെങ്കിലും ചെയ്യാം. തൽക്കാലം നമുക്ക് D ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് D മാത്രം എഴുതാം. അപ്പോൾ വെക്റ്ററുണ്ട്, ഡൈപോൾ ലെങ്ത് ഉണ്ട്. അപ്പോൾ വെക്റ്ററും ലെങ്ത്തും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ അറിഞ്ഞിരിക്കണം. കാരണം ഞാനിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ആ ക്വാണ്ടിറ്റിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. That quantity it's a physical quantity, and that physical quantity is called, dipole moment. Okay, ഈ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സിമ്പിൾ small letter p. By the way, dipole moment is a vector quantity.
it is a vector quantity. It is a vector quantity. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്. A dipole moment is defined as, it is a physical quantity and it is defined by the equation P is equal to magnitude of the charge on one of the charge centers times the dipole moment vector. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയെന്ന് മനസ്സിലായോ? ഇക്വേഷനിൽ ചാർജ് സ്കെയിലാർ, പക്ഷേ നമ്മൾ സ്കെയിലാർ ഇൻറ്റു ഒരു വെക്റ്ററാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വെക്റ്ററിനെ സ്കെയിൽ ചെയ്യുവാണ്. ചെറിയൊരു വെക്റ്റർ ഉണ്ടെങ്കിൽ, അതായത് ഡി എന്ന് പറയുന്നൊരു വെക്റ്റർ ഉണ്ടെങ്കിൽ, ഡി എന്ന് പറയുന്ന വെക്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു റിയൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് either a bigger vector or a smaller vector depending on the value of q. Basic mathematics. So that is what dipole moment is. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് എന്താണ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഡൈപോളുകളുടെ ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും പറയുക ഡൈപോൾ മൊമെൻ്റ്. ഡൈപോൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെൻറ്റ് ഡിഫൈൻ ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു സിംഗിൾ ചാർജിൻ്റെ വരെ, ഇപ്പം ഡൈപോളിന് മാത്രമല്ല ഡൈപോൾ മൊമെൻ്റ് ഉള്ളത്. സോ dipole moment can be defined for any charge configuration. So dipole moment can be defined for any charge configuration. ഡൈപോളുകളുടെ മാത്രം പ്രത്യേകതയല്ല ഡൈപോൾ മൊമെൻറ്റ്. ഞാനിപ്പം ഒരു പോസിറ്റീവ് ചാർജ് സെൻറ്റർ മാത്രം എടുക്കുക, അതായത് ഇതൊരു പോസിറ്റീവ് ചാർജ് സെൻറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു, എൻ്റെ ലൊക്കേഷൻ O. ആ Oയിൽ നിന്നും എനിക്ക് സൗകര്യമുള്ള ഡയറക്ഷൻസിൽ എന്ത് ചെയ്യാം, ഒരു കോർഡിനേറ്റ് സിസ്റ്റംസ് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ ഈ പോസിറ്റീവ് ചാർജ് സെൻറ്ററിൻ്റെ പൊസിഷൻ വെക്റ്റർ എഴുതുന്നു. അപ്പോൾ ആ പൊസിഷൻ വെക്റ്റർ ചിലപ്പം അതിനെ നമുക്ക് D എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ഈ പോസിറ്റീവ് സെൻറ്റർ, അതായത് പോസിറ്റീവ് ചാർജ് സെൻറ്ററിൻ്റെ ടോട്ടൽ ചാർജ് Q ആണെങ്കിൽ I can go ahead and say the dipole moment of this charge configuration is ഒന്നുമില്ല Q times D. നിങ്ങൾക്കൊരു ചോദ്യം വരാം, ഞാൻ ഇവിടെ നിന്ന് നോക്കുന്ന കൊണ്ടാണ് ഇങ്ങനൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുന്നത്, ശരിയല്ലേ? എൻ്റെ ഒബ്സർവേഷൻ പോയിൻ്റ് O ആയതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ D എന്ന് പറഞ്ഞ വെക്റ്റർ ഉള്ളതും ആ വെക്റ്റർ ഇവിടെ വന്നതും ഇവിടെ ഒരു വാല്യൂ വന്നതും. ഇനി ഞാൻ Oനെ കൊണ്ടുപോയി ആ ചാർജിൻ്റെ സെൻറ്ററിൽ വെക്കുവാണെങ്കിൽ, അതായത് ഇതാണ് നമ്മുടെ ചാർജ് സെൻറ്റർ, എൻ്റെ Oയും ഇവിടെ തന്നെയാണെങ്കിൽ D എന്തായി മാറും? D വിൽ ബിക്കം 0, എ 0 വെക്റ്ററായി പോകും. അപ്പോൾ നമ്മുടെ ചാർജ് സെൻറ്ററിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഡൈപോൾ മൊമെൻ്റ് എന്തായി? ഡൈപോൾ മൊമെൻ്റ് വിൽ ബിക്കം 0. അതാണ് ഡൈപോൾ മൊമെൻ്റ് ഫോർ എ സിംഗിൾ ചാർജ് സിസ്റ്റം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. സോ യു ക്യാൻ ഹാവ് ഡൈപോൾ മൊമെൻറ്റ് ഫോർ എനി ചാർജ് കോൺഫിഗറേഷൻ and for most cases it depends on where you look from. So P depends
on where your observation point is. Point is. ഇനി പക്ഷേ അത് പോയിൻറ്റ് ചാർജുകളുടെ കേസിൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അങ്ങനെ സംഭവിക്കാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ് ഡൈപോളുകളുടെ പ്രത്യേകത വരുന്നത്. ഡൈപോൾസ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്, ഹാവ് എ ഫിക്സ്ഡ് വാല്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ഡൈപോൾസ് ക്യാൻ ചേഞ്ച് ദെയർ സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡൈപോൾ മൊമെൻറ്റ് മാറാം. പക്ഷേ സ്റ്റിൽ ഡൈപോൾസ് മേ ഹാവ് എ പെർമനൻറ്റ് അല്ലെങ്കിൽ വിൽ ഓൾവേസ് ഹാവ് എ പെർമനൻറ്റിനേക്കാളും കുറച്ചുകൂടെ നല്ലത് നമുക്ക് ഡൈപോൾസ് വിൽ ഹാവ് എ നോൺ സീറോ dipole moment. Also, they don't depend on ഒബ്സർവർ. നിങ്ങൾ എവിടുന്ന് ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സോ അതാണ് ഡൈപോളുകളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ബാക്കി എല്ലാ ചാർജ് കോൺഫിഗറേഷനിലും അങ്ങനെയല്ല. ഇറ്റ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ വെയർ ദി ഒബ്സർവർ ഈസ്. ഇത് പ്രൂവ് ചെയ്യാനൊരു വഴിയുണ്ട്, പക്ഷേ തൽക്കാലം പ്രൂവ് ചെയ്യൽ ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട്, കോംപ്ലിക്കേറ്റഡ് ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ ഡൂ ദാറ്റ്. ബട്ട് സ്റ്റിൽ ഫോർ ടൈം ബീയിങ് ലെറ്റ് us നോട്ട് ഗെറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് വിൽ ഡൂ ദാറ്റ് ലേറ്റർ. സോ ബേസിക്കലി ഒരു സിമെട്രിക് ഡൈപോൾ ഉണ്ടെന്നിരിക്കട്ടെ. സിമെട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് സെൻറ്റർ ആൻഡ് നെഗറ്റീവ് ചാർജ് സെൻറ്റേഴ്സ് separated from one another like this, and the distance between the two നമുക്ക് d എന്ന് വിളിക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, d is actually a vector which points from negative charge to positive charge in the dipole. അപ്പോൾ സിമെട്രിക് ആയതിൻ്റെ പ്രത്യേകത ഇവിടെയുള്ള ചാർജ് -q ആയിരിക്കും, ഇവിടെയുള്ള ചാർജ് +q ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ ഡിയും ഈ സിസ്റ്റത്തിലുള്ള സെൻറ്റർ ഓഫ് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് q ആണെങ്കിൽ ഇങ്ങനൊരു ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് മറ്റേ സാധാരണ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ ഇസ് ഈക്വൽ ടു q. അത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് മാത്രം മതി. അത് പോസിറ്റീവും വേണ്ട നെഗറ്റീവും വേണ്ട. വി ഓൺലി നീഡ് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ടൈംസ് ദി ഡൈപോൾ മൊമെൻറ്റ് വെക്റ്റർ. ഇനി അതിനെ തന്നെ നമുക്കതിനെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡൈപോൾ മൊമെൻറ്റ് ഈസ് P ഈക്വൽസ് Q ടൈംസ് D. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു രീതിയിലാണ്, പക്ഷേ അതിനകത്ത് മീനിങ് ഒന്നുമില്ല. ഇതേ ഉള്ളൂ, അതിൻ്റെ അർത്ഥം ഇത്രയൊക്കെ ഉള്ളൂ. അൾട്ടിമേറ്റ്ലി അവർ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. സോ ഒരു ഗിവൻ ഡൈപോൾ ലെന്ത് കണ്ടുപിടിക്കാൻ, ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ഉള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട. അപ്പോൾ അത് തന്നിരിക്കുന്ന ഒരു ഡൈപോൾ ആണെങ്കിൽ അതിനൊരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാകും. ഇപ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ്, യൂണിറ്റ് ഓഫ് dipole moment.
So what is the unit of dipole moment? Unit of dipole moment is, as you can see from the equation, dipole moment is defined as charge times some length quantity അല്ലേ. ഇപ്പോൾ SI യൂണിറ്റാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ ചാർജിൻ്റെ SI യൂണിറ്റ് എന്താണ്? കൂളം ടൈംസ് ലെങ്ത്തിൻ്റെ മീറ്റർ. സോ ഡൈപോൾ മൊമെൻറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളംബ് മീറ്റർ ആയിരിക്കും. കെമിസ്ട്രിയിൽ നിങ്ങൾ ഡെബൈ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പഠിച്ചിട്ടുണ്ടാവും. അതൊരു ഫേമസ് സയൻറ്റിസ്റ്റ് ഡെബൈ ഉണ്ട്. അദ്ദേഹം കെമിസ്റ്റാണ്, ഫിസിസിസ്റ്റാണ്. ഹീസ് എ ഫിസിസിസ്റ്റ് ആക്ച്വലി, നോട്ട് എ കെമിസ്റ്റ്. ഹി ഹാസ് ഡൺ സെവറൽ സ്റ്റഡീസ് ഓൺ ഡൈപോൾ. നിങ്ങൾ +1 കെമിസ്ട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ടാവണം, അദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈപോൾ മൊമെൻറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡുകൾ ഡിറൈവ് ചെയ്യാനാണ് അതിനകത്ത് കൂടുതൽ ഈ ചാപ്റ്ററിനകത്ത്. അതായത് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ 1 ആണല്ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഏതൊരു ചാർജ് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് പോയിൻറ്റ് ചാർജിൻ്റെയാണ് ഇത്രയും നാൾ നമ്മൾ പഠിച്ചത്. പക്ഷേ നേച്ചറിൽ എല്ലാ ചാർജ് സിസ്റ്റംസും പോയിൻറ്റ് ചാർജുകളല്ല. എവറി ചാർജ് സിസ്റ്റം ഇസ് നോട്ട് എ പോയിൻറ്റ് ചാർജ്. Mostly they appear to be point charges only when you view it from sufficiently far away location. Another example of a charge configuration is this dipole themselves. ശരിയല്ലേ? അപ്പം നമ്മുടെ ഒരു ഡൈപോൾ ഉണ്ടെങ്കിൽ ഡൈപോൾ എന്താണ്? ഒരു സൈഡിൽ പ്ലസ്സും ഒരു സൈഡിലും മൈനസും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഇതൊരു ചാർജ് കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചാർജ് കോൺഫിഗറേഷൻ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. സോ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ്സ് വെരി സിമ്പിൾ ബൈ ദ വേ. നിങ്ങളുടെ കയ്യിൽ ഒരു ഡൈപോൾ ഉണ്ടെന്നിരിക്കട്ടെ, വിച്ച് ഹാസ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് എ നെഗറ്റീവ് ചാർജ്, ആൻഡ് ദേ ഹാവ് എ സെൻറ്റർ. ഇനി നോക്കിക്കോളാം, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ലൊക്കേഷൻ O എന്ന് പറഞ്ഞാൽ ഡൈപോളിൻ്റെ സെൻറ്ററിലാണെന്നിരിക്കട്ടെ, ഡൈപോളിൻ്റെ സെൻറ്റർ. ഇപ്പോൾ ടോട്ടൽ ലെങ്ത്ത് D ആണ്. അതിൻ്റെ പകുതി എത്ര വരും? D/2. ഇതിന് O എന്ന് പറയുന്ന ഒബ്സർവേഷൻ പോയിന്റിൽ നിന്ന് നോക്കുമ്പം, സപ്പോസ് ഇവിടെ നമുക്ക് റെഡ് കളർ യൂസ് ചെയ്യാം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് റെഡ് കളർ യൂസ് ചെയ്യാം. സപ്പോസ് ഇവിടെയാണ് നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടതിരിക്കട്ടെ. ഈ പോയിൻറ്റിന് നമുക്കൊരു പേര് കൊടുക്കാം. നമുക്ക് പോയിൻറ്റിന് പേര് കൊടുത്തില്ലെങ്കിലും അല്ലാതെ നമുക്കൊരു പേര് കൊടുക്കാം, ജസ്റ്റ് പേര്. നമുക്കൊരു ആവശ്യമുള്ള സമയത്ത് ഒരു സിമ്പിൾ ഓർമ്മ വരാറില്ല, കാരണം മോസ്റ്റ്ലി Q is for charge, P is for dipole moment, X, Y, Z are variables, so we are not. നമുക്കൊരു കാര്യം, നമുക്ക് ജസ്റ്റ് തന്നെ ഒരു D എന്ന് പറയാം. D എന്ന് പറഞ്ഞ പോയിൻറ്റിലെ ക്യാപിറ്റൽ D, സ്മോൾ d അല്ല ക്യാപിറ്റൽ D എന്ന പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് അനലൈസ് ചെയ്യണം. അപ്പം ആ D എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ എവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നോ അവിടെ നിന്നാണ് നമ്മളതിൻ്റെ പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, ആ പൊസിഷൻ വെക്ടറിനെ നമുക്ക് വെക്ടർ ക്യാപിറ്റൽ R എന്ന് വിളിക്കാം.
അതൊരു ആക്ച്വലി ഡി എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പോയിൻ്റാണ്. നിങ്ങളുടെ പ്ലസ് ടു സിലബസിനകത്ത് അങ്ങനെ ഒരു റാൻഡം പോയിൻറ്റിലുള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റിലുള്ളത് കണ്ടുപിടിക്കാനില്ല. സോ കേസുകൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് യു നീഡ് ടു സ്റ്റഡി ഓൺലി 2 regions അല്ലെ 2 locations where you will have to find the electric field. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കേസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡൈപോളിന് ഈസി ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് സ്ഥലം ആണ് പറയാൻ പോകുന്നത്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം അല്ലേ. ഡൈപോളിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാം. അപ്പം അത് ഈസിയാണ്. എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ഡൈപോൾ ആത്യന്തികമായി ചിന്തിച്ച് കഴിഞ്ഞാൽ ദേ ആർ 2 separate charges, 2 separate point charges. So there will be an electric field at the center due to the plus charge, and there will be an electric field at the center due to the negative charge, negative point charge. Point charge കൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? It was given by E is equal to Q by 4 pi epsilon 0 the separation square R square from the point. ഇതാണ് ബേസിക്കലി കൂളംസ് ലോ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ Q വരും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ -Q വരും. അതേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ R എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ലൊക്കേഷൻ്റെ ആ ചാർജിൽ നിന്നുള്ള ദൂരമാണ് R. ഇവിടെ ഞാൻ വെക്ടർ അല്ല, കാരണം R² ആകുമ്പം വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിരിക്കും വരുന്നത്. ഇതൊരു വെക്ടർ ഇക്വേഷൻ അല്ല, ഞാൻ വെക്ടർ ഇക്വേഷനായിട്ടല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതൊരു സ്കെയിലാർ ഇക്വേഷൻ മാത്രമാണ്. വെക്ടർ വരുമ്പോൾ ബോത്ത് LHSലും RHSലും ദർ മസ്റ്റ് ബി എ വെക്ടർ ക്വാണ്ടിറ്റി. ഇവിടെ ഇപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ആ വെക്ടറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും ഇറക്കുന്നത്. സോ വെയിറ്റ് ടിൽ ദാറ്റ്. താങ്ക് യു.